നമ്മുടെ നാട്ടില് ഡെലിവറി ഒക്കെ കഴിയുമ്പോൾ എല്ലാവർക്കും ഉണ്ടാക്കി കൊടുക്കണമല്ലോ ഉള്ളിലേക്കും. ഇത് ഡെലിവറി കഴിഞ്ഞവർക്ക് മാത്രമല്ല എല്ലാത്തവർക്കും കഴിക്കുന്നത് ഒരുപാട് നല്ലതാണ് കേട്ടോ. ഒരുപാട് ഗുണങ്ങളുണ്ട് ഇത്. ഇതിനായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് 1/2 കിലോ ചെറിയ ഉള്ളിയാണ്. ഈ ഉള്ളിയുടെ വേര് ഭാഗം ഉണ്ടല്ലോ അത് കട്ട് ചെയ്തിട്ട് വെള്ളത്തിൽ 10 മിനിറ്റ് ഇട്ടാൽ മതി. നമുക്ക് പെട്ടെന്ന് ക്ലീൻ ചെയ്തെടുക്കാവുന്നതാണ്. പിന്നെ ഇതിലേക്ക് ചേർക്കുന്നതായിട്ട് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. ഇത് 4-ലോ 1 പോലും ഇല്ല കേട്ടോ. അപ്പൊ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ പകുതി എടുക്കാം. അപ്പൊ എനിക്ക് ടേസ്റ്റ് ഇഷ്ടമല്ലാത്തതുകൊണ്ടാണ് ഇത്ര എടുത്തിരിക്കുന്നത്. അപ്പൊ ഇതിലേക്ക് ഒഴിക്കുന്നതിനായിട്ട് 1 നാളികേരം മിക്സിയിലിട്ട് അടിച്ചെടുത്തിരിക്കുന്നതാണ്. 1/4 കപ്പ് 1-ാം പാല്, 1.5 കപ്പ് 2-ാം പാലും, 2 കപ്പ് 3-ാം പാലും എടുത്തിട്ടുണ്ട്. ഈ 3-ാം പാൽ ഒഴിച്ചിട്ട് ഉള്ളികൾ രണ്ടും നമുക്ക് ഒരു കുക്കറിലിട്ടിട്ട് വേവിച്ചെടുക്കുക. പിന്നെ ഇതിലേക്ക് 1 ടീസ്പൂൺ ജീരകത്തിന്റെ പൊടിയും 1 ടീസ്പൂൺ ചുക്കും പൊടിയും ചേർത്ത് കൊടുക്കണേ. അത് രണ്ടും ഞാനിവിടെ പൊടിച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ അതിൽ നിന്ന് ഇട്ട് കൊടുക്കാം. പിന്നെ 2 ടേബിൾ സ്പൂൺ നെയ്യും ചേർത്ത് കൊടുക്കണേ. ഒരു കുക്കറിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ഉള്ളി ഇട്ട് കൊടുക്കാം. വെളുത്തുള്ളി ഇട്ട് കൊടുക്കേ. പിന്നെ എടുത്ത് വെച്ചിരിക്കുന്ന 2 കപ്പ് 3-ാം പാലുണ്ടല്ലോ അത് ഒഴിച്ചെടുക്കാം. ഇനി ഇത് നമുക്കൊന്ന് ഒരു 3 വിസിലടിച്ചിട്ട് വേവിച്ചെടുക്കാം കേട്ടോ. അപ്പൊ ഇതിലേക്ക് മധുരത്തിനായിട്ട് ശർക്കര ഇട്ട് എടുത്തിരിക്കുന്നത് 250 ഗ്രാം. പനഞ്ചക്കര കിട്ടുന്നുണ്ടെങ്കിൽ അതിനിട്ട് ഏറ്റവും നല്ലത്. ഇപ്പൊ ഇവിടെ കിട്ടാനില്ലാത്തതുകൊണ്ടാണ് ഇത് ചേർത്തിരിക്കുന്നത്. ഇതൊന്ന് വാഷ് ചെയ്തിട്ട് ഉരുക്കി അരിച്ചെടുക്കാം. കുക്കറിന്റെ എയർ പോയിട്ടുണ്ട്. അപ്പൊ തുറന്നു നോക്കി ഉള്ളിയൊക്കെ വെന്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. തിളച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇതിന്റെ അകത്തേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന 1.5 കപ്പ് 2-ാം പാൽ ഒഴിച്ചെടുക്കുക. ഇതിപ്പോ ഇങ്ങനെ കിടന്ന് തിളച്ചിട്ട് നല്ലോണം വെന്തുടഞ്ഞു കിട്ടൂട്ടാ. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ മിക്സിയിൽ അടിച്ചെടുക്കാം. അപ്പൊ നല്ലോണം അരച്ചിട്ട് ഇങ്ങനെ അതാകുമ്പോ തീരെ തരിയൊന്നും ഇല്ലാതായിട്ട് കിട്ടും. പക്ഷെ ഇങ്ങനെ കഴിക്കുന്നത് ഒരു വേറൊരു ടേസ്റ്റാണ് കേട്ടോ. ഉള്ളിയിലെ വെള്ളമൊക്കെ കുറെ വറ്റിയിട്ടുണ്ട് കേട്ടോ. ഇതൊന്ന് വെന്തിട്ടുണ്ട് നല്ലോണം. ഇനി നമുക്കൊരു മാഷർ വെച്ചിട്ട് ഇനി ഉടയാത്ത എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊന്നുകൂടി ഉടച്ചു കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് ഉരുക്കി വെച്ചിരിക്കുന്ന ശർക്കര ഇതിൻ്റെ അകത്തേക്ക് ഒഴിച്ചു കൊടുക്കുക. ഒന്ന് അരിച്ചൊഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഫ്ലെയിം ഒന്ന് കൂട്ടിക്കേട്ടോ. ഒന്ന് തിളക്കട്ടെ. തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇനി കൈയെടുക്കാതെ ഇളക്കി കൊടുക്കണം. മധുരം കൂടുതൽ വേണ്ടവർക്ക് 300 ഗ്രാം ഒക്കെ ചേർക്കാം കേട്ടോ. അപ്പൊ നമ്മൾ ഓവർ ആവണ്ടെന്ന് വെച്ചിട്ടാണ് 250 ഗ്രാം എടുത്തിരിക്കുന്നത്. വെള്ളമൊക്കെ വറ്റി നല്ലോണം കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് 1/4 കപ്പ് 1-ാം പാൽ ഒഴിച്ചെടുക്കുക. ഫ്ലെയിം ഒന്ന് കൂട്ടിച്ചു കൊടുക്കാം കേട്ടോ. ഇതിൻ്റെ അകത്തേക്ക് ഒരു 1/4 ടീസ്പൂണിൽ താഴെയിട്ട് ഉപ്പിട്ട് കൊടുക്കാം. നല്ലോണം പൊട്ടിത്തെറിച്ച് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഫ്ലെയിം ഒന്ന് മീഡിയത്തിലേക്ക് ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഫുള്ള് പൊട്ടിത്തെറിക്കുന്നുണ്ട്. 1 ടീസ്പൂണ് ജീരകത്തിൻ്റെ പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. 1 ടീസ്പൂണ് ചുക്കും പൊടി ഇട്ട് കൊടുക്കുക. ഒരു ടേബിൾ സ്പൂൺ നെയ്യും കൂടി ഒഴിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. വെള്ളമെല്ലാം വറ്റി നല്ലോണം കുറുകി വന്നിട്ടുണ്ട്. പൊട്ടിത്തെറിക്കണം കേട്ടോ. കൈമേക്കൊക്കെ പൊട്ടിത്തെറിക്കുക. ദൂരെ നിന്നിട്ട് ഇളക്കണം. ഒരു ടേബിൾ സ്പൂൺ നെയ്യ് കൂടി ഒഴിച്ചെടുക്കുന്നുണ്ട്. വെള്ളമെല്ലാം വറ്റി ഉരുണ്ട് വന്നിട്ടുണ്ട്. ഒന്നും കൂടി ഫ്രൈ ആവണം കേട്ടോ. അങ്ങനെ വന്നു തുടങ്ങിയിട്ടുണ്ട്. ഒന്നുകൂടി സെറ്റായി കഴിഞ്ഞാൽ ഇനി ആവശ്യമുള്ള ഒരു കണ്ടിപ്പരിപ്പും ബദാമൊക്കെ ചൂടാക്കിയിട്ട് തരുതരുതന ആക്കി പൊടിച്ചിട്ട് അതിട്ട് കൊടുത്ത് മിക്സ് ചെയ്യാവുന്നതാണ്. ഇതിപ്പോൾ സാധാരണ നമ്മൾ നാട്ടിൽ വീടുകളിലൊക്കെ ഉണ്ടാക്കുന്ന പോലെയാണ് ഇട്ട് ഉണ്ടാക്കിയിരിക്കുന്നത്.
പിന്നെ ചില ആൾക്കാർ മരുന്ന് കൂടി മിക്സ് ചെയ്തിട്ട് ഉണ്ടാക്കാറുണ്ട്. പല മരുന്നുകൾ അങ്ങാടി കടയിൽ നിന്ന് മേടിക്കാൻ കിട്ടും, അതും കൂടി പൊടിച്ച് ചേർത്തിട്ട് ഉണ്ടാക്കും. അങ്ങനെയുള്ളവർക്ക് അങ്ങനെ ഉണ്ടാക്കാം കേട്ടോ. ഇപ്പൊ ഇങ്ങനെ വിട്ട് വിട്ട് മാറുന്നുണ്ട്. ഫ്ലെയിം ഓഫ് ചെയ്യും. ഇനി ചൂടാറുമ്പോൾ ഒന്നും കൂടി ഇറക്കി വിട്ടത്. നല്ല സ്മെല്ല് വരുന്നുണ്ട്. ഉള്ളി മൂത്തതിന്റെയും വെളുത്തുള്ളിയുടെയും പിന്നെ ശർക്കരയും നാളികേരപ്പാലൊക്കെ കൂടി വറ്റിച്ചെടുത്തതല്ലേ. അപ്പൊ ആ ഒരു നല്ലൊരു സ്മെല്ല് ഇവിടെ റൂമിൽ തന്നെ ഉണ്ട് കേട്ടോ. ഡെലിവറി ഒക്കെ വരുമ്പോ ആകെ ടേസ്റ്റ് ഉള്ള ഒരു സാധനം ഉണ്ടാക്കി തരുന്ന പറഞ്ഞാൽ ഇതാണല്ലേ. അപ്പൊ എല്ലാവർക്കും ഇത് കഴിക്കാൻ ഇഷ്ടമാണ്. ഇത് ചൂടാറി കഴിഞ്ഞാൽ അടച്ചു വെച്ച് കഴിഞ്ഞാൽ പുറത്ത് വെക്കേ, ഫ്രിഡ്ജിലൊന്നും വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഒരു 1 മന്ത് വരെ ഒരു കേടുമില്ലാണ്ട് ഇരുന്നോളൂ കേട്ടോ. അങ്ങനെയാണ് നമ്മൾ നാട്ടിലൊക്കെ വെക്കാറ്. ഒരുപാട് ഗുണങ്ങളുണ്ട്, എല്ലാവർക്കും കഴിക്കാവുന്നതാണ്. അപ്പൊ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ.